சும்மா இந்த மாதிரி. ശകനം മുടക്കി. അമ്മാവൻ മന്ത്രിയാണെന്ന് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? അമ്മയുടെ കുലം തന്നെയല്ലേ നീയും? മതി. ബാക്കി എന്നും ഞാൻ കേൾക്കുന്നതാണല്ലോ. എന്റെ അമ്മ എന്നെ പിഴച്ചു പെറ്റു. അച്ഛൻ ആരെന്നറിയില്ല. ഓ, പിഴച്ചവർക്കല്ല കുറ്റം, പറഞ്ഞവർക്കാണ്. നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. തമ്പിമാർക്ക് വേണ്ടി പായവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം നടിച്ചു കിടന്ന രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. മതി മതി, അഭിസാരികൾ ഇളകിയാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതും കൂടി കേട്ടിട്ട് പോണം. രാമനാമടത്തിനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ്യം ഊരിയിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. എടി ഒരുമ്പട്ടവളെ, കണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ്യം തുറന്നു കൊടുത്തതിന്റെ തെളിവാണ് നീ. ഇനി എന്റെ അമ്മയെ പഴിച്ചാൽ ദ്രോഹിയാ നിങ്ങൾ, ദ്രോഹി. എന്താണ് പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്റെ അമ്മ ചീത്ത എന്ന് പറയരുത്. നിന്റെ അമ്മ തേവടിച്ചിയായിരുന്നു. തേവടിച്ചി എന്റെ ശത്രുവിനെ കിട്ടിയുള്ളവർക്ക്, എന്നെ നാണം കെടുത്തിയുള്ളൂ. അവളെ വേറെ എന്താണ് വിളിക്കേണ്ടത്? എന്റെ അമ്മ തേവടിച്ചിയല്ല. പിന്നെ ആരാടി? വേണാടിന്റെ മന്ത്രിയാവാൻ കൊതിക്കുന്ന അമ്മാവന് അതൊന്നും അറിയാൻ സമയം കിട്ടില്ല. എന്താടി പറഞ്ഞത്? ഈ വാളായിരുന്നില്ലേ അമ്മയുടെയും കുഞ്ഞായിരുന്ന എന്റെയും നേർക്ക് ഉയർത്തിയത്? ആരെല്ലാമോ തടഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇതാ, ഇന്നാരും തടയാനില്ല. അന്ന് എന്നെ തടഞ്ഞത് നീ തന്നെയായിരുന്നു. നിന്റെ ചിരി, കുഞ്ഞു മോണ കാട്ടി നീ ചിരിച്ചു. നിന്റെ അമ്മയുടെ നിലവിളിയായിരുന്നില്ല എന്റെ കണ്ണുകളിൽ, നിന്റെ ആ ചിരി മാത്രം. നീ ചിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. എന്നെ തോൽപ്പിച്ച ആ ചിരി വേണം. ഇനി അധികാലം നിന്നെ ഇവിടെ നിർത്തില്ല. നേരം വൈകുന്നു. ആരുടെ കീഴിലാണ് അഭ്യസിച്ചത്? ഇരളയിൽ ഗോവിന്ദനാശാൻ. ആശാൻ കേമനാണെന്ന് കേട്ടിട്ടുണ്ട്. എത്ര കാലം അഭ്യസിച്ചു? 7 വയസ്സ് മുതൽ. വടിവുകൾ എത്ര? 8. ഒറ്റയിൽ 64 കോലം തേഞ്ഞാണോ? അതെ. അങ്കത്താരിയിൽ പുലിയംഗം പരിശീലിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതെല്ലാം ഈ തറയെ തിളങ്ങണം. കുടമൻ കളരിയിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സകല വിദ്യയും കെട്ടഴിക്കണം. അടിയന്റെ ഭാഗ്യം. നിശ്ചയിക്കാൻ വരട്ടെ. താൻ ആരോടാ നേർക്കുന്നറിയാവോ? അവൻ ചില്ലറക്കാരനല്ല, അത് ഓർമ്മ വേണം. വൈദ്യരെ കൊണ്ടുവന്നിട്ടുണ്ടോ? പഠിച്ചത് പാഴാവില്ല. ഉണ്ട്. അങ്ങയുടെ സേവകനായി ഇവിടെ കഴിയണമെന്ന് അമ്മയും പറഞ്ഞു.
ആരാ തന്റെ അമ്മ? പറഞ്ഞു വന്നാൽ ഇവൻ അങ്ങനത്തെ ചാർച്ചക്കാരനാവും. ഓക്കോ. ഉണ്ണിയങ്ങ് പിടിക്കടാ. അമ്മേ,
ശത്രു മർമ്മം നോക്കി അടിക്കൂ. യുദ്ധത്തിൽ ധർമാധർമ്മങ്ങൾ നോക്കണമെന്നത് പഴമക്കാരുടെ നിയമം. അവർ തന്നെ അത് ലംഘിച്ചിട്ടില്ലേ? എതിരാളിയെ തോൽപ്പിക്കാൻ ഏതടവോ ഉപയോഗിക്കാം. കൊല്ലണം, കൊല വിളിക്കണം. തയ്യാറുണ്ടോ? അടവുകൾ ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു നടന്നു. പോകാം. ധീരശ്രങ്ങളെ കിട്ടുമെന്ന് കരുതിയോ ഇങ്ങോട്ട് പോരുമ്പോ? അതോ പഠിപ്പിച്ച ആശാനോട് വല്ല കുരുത്തക്കേടും കാട്ടി ശാപം ഏറ്റുവാങ്ങിയോ? പഠിച്ച വിദ്യ വേണ്ടപ്പോ മറന്നുപോയ കർണനെ പോലെ. മതി പരിഹാസം. വടക്കേ നിന്ന് പെണ്ണുങ്ങളുടെ കൂട്ടച്ചിന് ഞാനും കേട്ടതല്ലേ. ചതിക്കൂട്ടിയോട് അംഗം പാടില്ലെന്ന് ആശാൻ പറഞ്ഞതാണ്. ഞാനത് വിശ്വസിച്ചില്ല. എങ്ങനെ ചതിച്ചു? അടവ് പഠിച്ചവർക്കതറിയാം. ദൈവത്തിന് നിരക്കാത്ത ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ആള് കാണും. മെയ്വട്ടത്തിൽ അകപ്പെട്ടാൽ ആരും കാണാതെ മർമ്മത്തിൽ താഴ്ത്തി വീഴ്ത്തുമെന്നറിയുമായിരുന്നെങ്കിൽ കണ്ണ് മേൽപോട്ട് പിടിച്ചല്ല നിൽക്കേണ്ടിയിരുന്നത്. ഓഹോ, ഇവിടെ പെണ്ണുങ്ങൾക്കും ഇതൊക്കെ അറിയാമോ? അമ്മാവൻ അമ്മായിയോട് പറയുന്ന കേട്ടു. ചിലതൊക്കെ കണ്ടാലും അറിയാം. പിടഞ്ഞ് നിലത്ത് വീണപ്പോ ക്രൗര്യത്തോടെ നോക്കുന്നത് കണ്ട് ഞാൻ കരുതി അയാളെ കൊല്ലുമെന്ന്. കൊല്ലുമായിരുന്നു. എന്നെ ഒരാൾ വിലക്കി. എന്റെ അമ്മ. അമ്മ ഇപ്പൊ ഇല്ല.